അപ്പോൾ 3-ാം തീയതി ഞാൻ ടോട്ടൽ 13 ഓർഡേഴ്സ് എടുത്തു. 4 മണിക്കൂറും 53 മിനിറ്റ് നിന്നിട്ടുണ്ട്. എനിക്ക് ഏർണിങ്സ് ആയിട്ട് രൂ. 1077 കിട്ടിയിട്ടുണ്ട്. സോ, ഇതിലെ ടിപ്പ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ടിപ്പ് നമുക്ക് ഈ ആഴ്ച എൻഡ് അതായത് 9-ാം തീയതി നമ്മൾ എത്രയാണോ ഓടുന്നത് ആ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ, കൈ കിട്ടുന്ന ടിപ്പല്ല. ഇതേപോലെ എനിക്ക് ഓൺലൈനായിട്ട് ടിപ്പ് കിട്ടാറുണ്ട്. പക്ഷേ അവർ ഇത് ഈ ഒരു പേയ്മെന്റിൽ ആഡ് ചെയ്യത്തില്ല. ടിപ്പ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരും. സോ, അത് പേയ്മെന്റിൽ കൂടെ ആഡ് ആവത്തില്ല. സോ, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരുവാണ്. അപ്പം ഞാനത് ഇതുവരെ നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ പേയ്മെന്റിൽ ആഡ് ചെയ്യാതെ, അതായത് ഇതുവരെ എനിക്ക് കിട്ടിയ പേയ്മെന്റിലൊന്നും ഞാൻ ടിപ്പ് ആഡ് ചെയ്യാതെയാണ് കണക്കൂട്ടിക്കൊണ്ട് വന്നത്. എന്നാലും നമ്മൾ ഈ 100 ദിവസം കൊണ്ട് 1,00,000 രൂപയുടെ ചലഞ്ച് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഫാർ ബെറ്ററാണ്. എനിക്കത് ഉറപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മൾ രൂ. 1,600 രൂപയ്ക്കും രൂ. 1,800 1200, 300 ആ റേഞ്ച് ഓടാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് രൂ. 600. അപ്പോൾ തുടക്കത്തിലൊക്കെ എൻ്റെ തുടക്കത്തിലെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ 600, 700, 600, 700 അതെല്ലാം ഒരു ദിവസമായിട്ട് കൂട്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് കണക്കാക്കി വന്നത്. സോ, അതെല്ലാം ഞാൻ ഈ 600, 600, 1200 അങ്ങനെയാണ് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. എന്ന് വെച്ചാൽ വൈകുന്നേരം മാത്രം ഇറങ്ങുന്നതന്നെ 2 ദിവസത്തെ വൈകുന്നേരം നമുക്ക് ഒരു ഡേ ആയിട്ട്, കാരണം ഞാൻ ഫുൾ ടൈം ആണ് ഓടുന്നത്. അങ്ങനെ കൂട്ടി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ എറൗണ്ട് ഇപ്പോൾ ഓടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നേനെ. സോ, അതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഞാനത് കറക്റ്റ് ഓരോ ഡേ ആയിട്ട് ഇപ്പോൾ കൂട്ടുന്നുണ്ട്. 600 എങ്കിൽ 600, 700 എങ്കിൽ 700 നമുക്കത് ഒരു ഡേ ആയിട്ട് പോട്ടെ. സോ, അങ്ങനെ നോക്കുവാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഫുൾ ടൈം കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഓടായിരുന്നു. ഇപ്പം നമുക്ക് ഫുൾ ടൈം കം പാർട്ട് ടൈം ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 23 ഓർഡറിൽ ലാസ്റ്റ് ഇൻസെൻറ്റീവ് 400 അല്ലെങ്കിൽ 300 വെച്ച് അവിടെ കട്ടാവും. പക്ഷേ ഫുൾ ടൈം കാർഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 26 28 ഓർഡറാണ്. അതിലൊരു 600, 700, 800 റേഞ്ചാണ് വരുന്നത്. സോ, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. സോ, ആ കാർഡ് എൻ്റെ കയ്യിൽ ഇരുന്നാണ് ഞാൻ 2 ആഴ്ച ഫെബ്രുവരി ലീവ് എടുത്തുകൊണ്ട് എനിക്ക് പണി കിട്ടിയതാണ്. സോ, നമ്മൾ വീണ്ടും ഇനി നെക്സ്റ്റ് വീക്ക് ആ കാർഡിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം 2 ആഴ്ച 40 മണിക്കൂർ കൂടുതൽ നമ്മുടെ ലോഗിൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാർഡ് കിട്ടുകയുള്ളൂ എന്നാണ് ഫ്ലീറ്റ് കോച്ച് പറഞ്ഞത്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സൊമാറ്റോയുടെ സിസ്റ്റം തന്നെ റെക്കഗ്നൈസ് ചെയ്ത് തരുന്നതാണ്. അല്ലാതെ അവരവിടുന്ന് പിടിച്ച് മാറ്റുന്നതല്ല. സൊമാറ്റോയ്ക്ക് അറൗണ്ട് ഏകദേശം ഒരു 8, 10ഓളം റേറ്റ് കാർഡുകളുണ്ട്. ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ് കൊടുക്കുന്നത്. സോ, അത് ഞാൻ പണ്ട് മുതലേ കണ്ടു വന്നിട്ടുള്ളതുകൊണ്ട് എനിക്കതറിയാം. പിന്നെ സൊമാറ്റോ 2020, 21 സമയങ്ങളിലും ഇപ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. കാരണം അന്ന് ഞാൻ ഓടിയിട്ടുള്ള കുറേ സ്ക്രീൻഷോട്ടും കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പഴയ ഒരു ഫോണിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കമ്പയർ ചെയ്ത് പറയാം. എന്തിന് നമുക്ക് സൊമാറ്റോ റേറ്റ് കൂട്ടണം, എന്തിന് നമുക്ക് പെർ ട്രിപ്പ് പേയ്മെൻറ്റ് തരണം എന്നൊക്കെ നമുക്ക് അതൊക്കെ കണക്കൂട്ടി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ, ഇന്ന് നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 1077. പിന്നെ ഇനി 4, 5 ഞാൻ ചിലപ്പോഴേ ഇറങ്ങുള്ളൂ. കാരണം ഷഷ്ഠി വ്രതമുണ്ട്. ഞാൻ എല്ലാ മാസവും ഷഷ്ഠി എടുക്കാറുണ്ട്. അപ്പോൾ ഷഷ്ഠി ദിവസങ്ങളിൽ എനിക്ക് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. രാവിലെ കാപ്പി കുടിക്കാറില്ല. പിന്നെ വൈകുന്നേരങ്ങളിൽ എനിക്ക് തട്ടുദോശയാണ് കടയിൽ കിട്ടുന്നത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഒരിക്കലായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരവും പിന്നെ വൈകുന്നേരം ചപ്പാത്തിയൊക്കെയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്കത് പറ്റത്തില്ല. കാരണം ചപ്പാത്തി കടയൊക്കെ 8, 9 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ ചപ്പാത്തി വാങ്ങിച്ച് സൊമാറ്റോയിലൂടെ കൊണ്ടുപോയിട്ട് രാത്രി 12 മണി, 1 മണിക്കൊക്കെ കഴിക്കാമെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ചപ്പാത്തിയുടെ എല്ലാം തീരുമാനമാവും. മറ്റേ തട്ടുദോശ എന്ന് പറയുമ്പോൾ നമുക്ക് പോയിരുന്ന് തട്ടുദോശ, അതായത് 4, 5 തട്ടുദോശ, ഒരു രസവട, ഒരു സിംഗിള്, 2 പപ്പടം, പിന്നെ ചമ്മന്തി, സാമ്പാർ, മുളക് കറി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മളെന്നല്ല, ഞാൻ അതാണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് മടുക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഈ വൈകുന്നേരമുള്ള തട്ടുദോശയാണ്. കാരണം ഡെയിലി, അതായത് ഒരാഴ്ച സൊമാറ്റോ ആണെങ്കിൽ ഈ ഒരാഴ്ച ഞാൻ തട്ടുദോശ തന്നെയായിരിക്കും തിന്നുന്നത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന വ്രതമൊന്നും നടക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ 4, 5 മേ ബി എനിക്ക് റെസ്റ്റ് ആവും. കാരണം കഴിഞ്ഞ കുറേ ദിവസം നമ്മളിങ്ങനെ അടുപ്പിച്ച് ഓടയല്ലേ. പിന്നെ വണ്ടിയുടെ സർവീസ് ടൈമായി. സോ, വണ്ടിയുടെ സർവീസ് കൊടുക്കണം. സോ, വണ്ടി സർവീസ് ഏകദേശം 14,500, 15,000 അടുപ്പിച്ച് കിലോമീറ്റർ ആയിട്ടുണ്ട്. സോ, അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമുക്കിടാം. കാരണം ബജാജിൻ്റെ CNG വണ്ടി നമ്മൾ ഇത്രയും നാളായില്ലേ. കാരണം ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ CNG വണ്ടി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ, ആകെ 3 മാസം കൊണ്ട് 15,000 കിലോമീറ്റർ എത്തിയിട്ടുണ്ട് വണ്ടി. സോ, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ ഓടുന്നത്. പിന്നെ ഇങ്ങനെ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്കൊരു ഇത് വന്നത്. കാരണം ഞാൻ ഓടുന്ന എമൗണ്ട് എത്രയാണെന്ന് നോട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പണ്ട് ചുമ്മാ കിട്ടുന്നു, ആ പൈസ കടം തീർക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്നു, അങ്ങ് പോകുന്നു, അത്ര തന്നെ. പക്ഷേ ഒരു ഒരു സൊമാറ്റോ ഓടിയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസവും ഉറപ്പും കാര്യങ്ങളും ഒക്കെ വന്നത് നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയ പിന്നെയാണ്. കാരണം ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം പോലെ നമുക്ക് സൊമാറ്റോ ഓടാൻ പറ്റും എന്നുള്ളതും ഈ ചാനൽ തുടങ്ങിയ പിന്നെയാണ്. അപ്പോൾ എനിവേ, നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണാൻ നോക്കുക. കാരണം കണ്ടിന്യൂ ആയിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ മാക്സിമം റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് 13 ഓർഡേഴ്സും പിന്നെ എൻ്റെ കുറേ തള്ളും. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ